ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ഡി ദ സൈലർ മാൻ. പുതിയൊരു ദിവസം, അഗെയിൻ അനദർ ഡേ അറ്റ് സീ. നല്ലൊരു മോർണിംഗ് ആണ് നമുക്ക് കിട്ടിയത്. നല്ല സൺഷൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെതർ നല്ല കാമാണ്, നല്ല കാം സീ ആണ്. പുറത്ത് വലിയ കാറ്റൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല കിടിലം വെതറാണ്. ഏതൊരു സെയിലറും ആഗ്രഹിക്കുന്ന ഒരു വെതറാണ്. സ്മൂത്ത് സീ ആൻഡ് ഫെയർ വിൻസ്. നമുക്ക് ഒരു കോഫിയിൽ നിന്ന് തുടങ്ങാം. എല്ലാ ഡ്യൂട്ടി ഓഫീസറും നമ്മുടെ എല്ലാ നാവിഗേഷൻ ഓഫീസറും അവരുടെ ദിവസം തുടങ്ങുന്നത് ഒരു സ്ട്രോങ് കോഫിയിൽ നിന്നാണ്. കാരണം ഇതാണ് നമ്മുടെ എനർജി ആ ഒരു ദിവസത്തിനുള്ള. കോഫി റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ കാപ്പിയാണ്. നമ്മൾ ഷുഗറും ഇല്ല, മിൽക്കും ഇല്ല. നല്ല ബ്ലാക്ക് കോഫി. നമ്മളെ കടൽ കണ്ടില്ലേ? വാ, കാംസി. കപ്പലിനൊരു കുലുക്കം പോലുമില്ല. ഫോട്ടോ എടുത്ത പോലെ ഉണ്ട്, അനങ്ങുന്ന പോലുമില്ല കടൽ. പക്ഷെ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് സ്വഭാവം മാറും. അപ്പം ഇന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ അയലത്ത് പോലെ ആയിരിക്കില്ല പുള്ളിൻ്റെ രൂപം പെരുമാറ്റം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെതർ ഫോർകാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കുറച്ച് സീനാക്കും ഇയാൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കപ്പലിൻ്റെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തത്. ഞാൻ നമ്മുടെ ബ്രിഡ്ജ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്യാംസ് മോണിറ്ററാണിത്. ഇത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോകുന്നത് ടാങ്കിൽ. ബലാസ്റ്റിംഗ് എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റഫ് വെതർ എക്സ്പെക്റ്റ് ചെയ്യണോണ്ട് നമ്മുടെ ഷിപ്പിന് കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ സ്റ്റെബിലിറ്റി പാരാമീറ്റേഴ്സിൽ കുറച്ച് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ബേസിക്കലി നമ്മൾ ഷിപ്പിന് ഒന്നും കൂടി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ആ റഫ് വെതറിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബല്ലാസ്റ്റ് ടാങ്കിൻ്റെ ഓവർവ്യൂ. ഇതെല്ലാം ഓരോരോ ടാങ്കുകളാണ്. ഈ ഗ്രീൻ കളർ ഒരു പമ്പാണ്, ഈ പിങ്കും ഒരു പമ്പാണ്. ഇത് ബല്ലാസ് പമ്പാണ്. ഈ വെള്ളം എടുക്കാനും പുറന്തള്ളാനൊക്കെ ഉള്ള ഒരു പമ്പാണ്. പിന്നെ താഴത്തെ ഒരു ബല്ലാസ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാണാം. ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇതാണ് ബല്ലാസ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ബല്ലാസ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം 2 ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് ഈ ടാങ്കിലാണ്. ടാങ്ക് നമ്പർ 10, ബോർഡ് സൈഡും സ്റ്റാർ ബോർഡ് സൈഡും, ഇടതും വലത്തുമുള്ള 2 ടാങ്കിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സീ ചെസ്റ്റ്. സീ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആ ഒരു ഓപ്പണിങ്. അവിടെ നിന്ന് ഈ വാൾവ് നമ്മൾ തുറന്ന്, അവിടെ നിന്ന് വെള്ളം എടുത്ത് ഈ വാൾവ് തുറന്നു. വെള്ളം, ഇതാണ് പമ്പ്. വെള്ളം പമ്പിലേക്ക് സക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആ പമ്പിൽ നിന്ന് പുറത്തോട്ട് വെള്ളം പമ്പ് ഔട്ട് ചെയ്തു. ഈ വാൾവ് ഓപ്പൺ ചെയ്തു, ഈ വാൾവ് ഓപ്പൺ ചെയ്തു. അതിന് നമ്പർ 2 ബല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഈ ലൈനിലൂടെ കൊണ്ടുപോയി ഇങ്ങനെ വന്നു, ഇങ്ങോട്ട് വന്നു. ഈ വാൾവ് തുറന്നു, ഈ ലൈനിലൂടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ലൈനിലെത്തിച്ചു. ഈ ലൈനാണ് നമ്മുടെ 2 ടാങ്കിലോട്ടുള്ള ലൈൻ. അപ്പോൾ ഈ ടാങ്കിലോട്ടുള്ള വാൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈ ടാങ്കിലോട്ടുള്ള വാൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ലൈന് സെറ്റ് ചെയ്യാറ്. നമ്മൾ എല്ലാ ലൈനും വാൾവും ടാങ്കും ഒക്കെ നമുക്ക് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇതിൽ കാണാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ലൈന് സെറ്റ് ചെയ്യും. ആദ്യം വേണ്ടി വാൾവും കാര്യങ്ങളൊക്കെ ലൈൻ ഫോളോ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അവസാനമാണ് നമ്മൾ പമ്പ് തുറക്കുക. വാൾവിനെ പറ്റിയിട്ടും ലൈനിനെ പറ്റിയിട്ടും ഒക്കെ, പമ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ബല്ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഇത് ഓൾറെഡി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 8 മണിക്ക്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ ടാങ്കിലേക്ക് എടുക്കുകയാണ് വെള്ളം. അപ്പം കുറേ റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു റെഗുലേഷൻ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇതേപോലെ ഓരോ പ്രോസസ്സിനും ഓരോ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം ബല്ലാസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളെ ടാങ്കിലേക്ക് വെള്ളം നിറക്കി, അതായത് ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തോട്ടോ തള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ഈ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടി വന്ന വെള്ളം പുറത്തോട്ട് വരുമ്പം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അണുക്കളും ജീവജാലങ്ങളും ഒക്കെ
നശിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ബേസിക്കലി അതിൻ്റെ ഒരു ജോബ്. അതായത് നമ്മൾ കടലിൽ നിന്ന് എടുക്കുന്ന വെള്ളം എപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ജീവജാലങ്ങളും ചെറിയ അണുക്കളും എല്ലാം നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിലേക്ക് എടുക്കുന്നതും ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് തള്ളുമ്പോഴും നമ്മൾ അതൊന്നും കൂടി ക്ലീൻ ചെയ്തിട്ടാണ് തള്ളാറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ UV അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. ഈ UV റേസ് വെച്ചിട്ടും ഫിൽറ്റർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിനെ കൊല്ലുന്നത്. അങ്ങനെ ആ ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് വരുന്ന വെള്ളം അതൊക്കെ അതിനൊക്കെ കില്ല് ചെയ്തിട്ട് ഒരു മോർ ക്ലീനർ ആയിട്ടുള്ള ഒരു വാട്ടർ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത്. അപ്പോൾ അതാണ് ഈ ബല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ. അല്ലെങ്കിൽ ഞാൻ ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതിനൊക്കെ കൊല്ലുന്നത്, ചെറിയ ജീവികളല്ലേ അത്, എന്തിനാ കൊല്ലുന്നത്, ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൈനയിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്, എന്നിട്ട് US-ലാണ് കൊണ്ടുപോയി തള്ളുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൈനത്തെ ഈ ബാക്ടീരിയാസും ചെറിയ ജീവജാലങ്ങളൊക്കെ ഈ വെള്ളത്തിലുണ്ടാവും. അതിനെ കൊണ്ട് US-ത്തെ വാട്ടേഴ്സിലിടുമ്പോൾ രണ്ട് സ്ഥലത്തെ എക്കോസിസ്റ്റം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം അവിടെ പോയിട്ട് അവിടുത്തെ എക്കോസിസ്റ്റം കംപ്ലീറ്റ്ലി ഇംബാലൻസ് ആക്കാം. അവിടെ അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബല്ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തെ ഓർഗാനിസംസിനെ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. അവിടുത്തെ എക്കോസിസ്റ്റത്തിന് അത് ബാധിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു വരുന്നത് നമ്മൾ എത്ര ചെറുതാണെങ്കിലും ഒരു ഓർഗാനിസത്തിന് പോലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കുടിയേറി പാർക്കാൻ സമ്മതിക്കാറില്ല. നമ്മളിതാ ബല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്പർ 2 ബല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. അതാണ് ഞാൻ ഈ വാൾവ് തുറന്ന് പമ്പ് തുറന്ന് ഈ വാൾവ് തുറന്ന് ശരിക്കും ഈ വാൾവ് തുറന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ടാങ്കിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം പുതിയ റെഗുലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ടാങ്കിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വാൾവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ബല്ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പോയിട്ടാണ് ടാങ്കിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാം 1216 മീറ്റർ ക്യൂബാണ് ഇപ്പം ഇതുവരെ. ഞാൻ 8 മണിക്ക് തുടങ്ങിയത്, അപ്പോൾ സമയം ഏകദേശം 9:20 ഈ സമയം കൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ മെല്ലെ കൂടുന്നത് കാണാം. അപ്പം 4.2 ബാർ പ്രഷറിൽ 950 മീറ്റർ ക്യൂബ് പെർ ഹവറിലാണ് നമ്മളെ ട്രാൻസ്ഫർ നടക്കുന്നത്. 950 മീറ്റർ ക്യൂബ് പെർ ഹവർ എന്ന് പറയുമ്പോൾ ഏകദേശം 9,50,000 ലിറ്റർ വരും ഒരു മണിക്കൂറിൽ. 9,50,000 ലിറ്ററാണ് നമ്മൾ ഒരു മണിക്കൂറിൽ പമ്പ് ചെയ്യുന്നത് ടാങ്കിലേക്ക്. ഈ ടാങ്ക് നിങ്ങൾക്ക് കാണാം, ഇത് മാത്രം ഫില്ലാവുന്നുള്ളൂ, ഇത് ഫില്ലാവുന്നില്ല. എന്താ വെച്ചാൽ ഈ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പം കുറേയൊക്കെ നമ്മളൊരു കോമൺ സെൻസും കൂടി യൂസ് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ബേസിക്കലി വേണ്ടിയത് ഇതിൽ ഒരു 1800 മീറ്റർ ക്യൂബും ഇതിലൊരു 1800 മീറ്റർ ക്യൂബുമാണ്. അപ്പം ഞാൻ നോക്കുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ ടോട്ടലി പ്രോസസ്സ് ചെയ്ത പോലെയാണ്. 1800 3600 മീറ്റർ ക്യൂബ് ആകുമ്പം ഞാൻ എന്താക്കും, കംപ്ലീറ്റ് സിസ്റ്റം നിർത്തും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കൂടുതൽ വാട്ടർ കയറിയിട്ടുണ്ടാവും, ഇവിടെ കുറവായിരിക്കും കയറിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എന്താക്കും, ഈ 2 വാൾവ് തുറന്നിട്ടിട്ട് അതിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. അപ്പം ഈ ടാങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഗ്രാവിറ്റി വെച്ചിട്ട് ഈ ടാങ്കിലേക്ക് അങ്ങനെ പോയിക്കോളും, അങ്ങനെ 2 ഈക്വൽ ആയിക്കോളും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇത് 3600 മീറ്റർ ക്യൂബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3600 മീറ്റർ ക്യൂബാണ് നമ്മുടെ ടാർഗറ്റ്. 3600 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം 36 ലക്ഷം ലിറ്ററാണ് ഞാനിപ്പോൾ ഇന്ന് കടലിൽ നിന്ന് ഈ 2 ടാങ്കിലോട്ടായിട്ട് കയറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ ബല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റവും ബല്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും. അതായത് നമ്മളന്നത്തെ കൊച്ചു വീഡിയോ. ഞാൻ വേറൊരു സംഭവം കൂടി പറയാം. ബല്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആൻറ്റി ഹീലിംഗ് സിസ്റ്റം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷിപ്പ് എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇവിടെ കാണാം. ചിലപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ രണ്ട് ടാങ്കിലേക്ക് ഒരുമിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിലും കൂടി ചിലപ്പോൾ ഒരു ടാങ്കിലേക്കായിരിക്കും അധികം കയറുക. അപ്പോൾ നമ്മൾ ആ ടാങ്കിൻ്റെ സൈഡോട്ടായിട്ട് നമ്മൾ ഷിപ്പ് ഇങ്ങനെ ചെരിയും. അപ്പോൾ അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ ഷിപ്പ് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ ബാക്കി എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ. അപ്പം അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം നെഗറ്റീവ് വാല്യൂ, നെഗറ്റീവ് മൈനസ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ശരിയുണ്ട്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് ശരിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടാപ്പൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചത്. പിന്നെ കുറച്ച് നമ്മൾ പോർട്ടിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചെറിയ രൂപത്തിൽ നമ്മൾ ഇടത്തോട്ട് ചരിച്ച് നിൽക്കുന്നുണ്ട്. അത് ഞാൻ കരുതിക്കൂട്ടി ചരിച്ച് വെച്ചതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ നമ്മളെ ഡെക്ക് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഡെക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ വെള്ളമെല്ലാം കൂടി ഈ ഇടത്തെ പോർട്ട് സൈഡാണ് അവർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്യുന്ന വെള്ളമൊക്കെ നമുക്ക് അതിൻ്റെ കോർണറിലായിട്ട് നമുക്കൊരു ഡ്രെയിൻ ഉണ്ട്. ആ ഡ്രെയിനിലേക്ക് ഈ വെള്ളമൊക്കെ വാഷ് ചെയ്ത വെള്ളമൊക്കെ ഡ്രെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കപ്പലിൽ ലേശം ഇങ്ങനെ ചരിച്ച് വെച്ചതാണ്. അതും നമുക്ക് അധികം ഒന്നും ചരിക്കാൻ പാടില്ല, ഒരു 0.5 അത്രയൊക്കെ നമ്മൾ ചരിക്കാറുള്ളൂ. നിങ്ങൾക്ക് സൈഡ് നോക്കി കാണാം, ഇതാണ് ഇടത്തെ സൈഡ്. ഇവിടെ നമുക്ക് ഇത്രയും സീ ലെവൽ ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണാം ഈ ഹൈറ്റുള്ളൂ. നമ്മളൊരു
0.5 ഡിഗ്രി നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഡ്രെയിനായിട്ട് ആ ഡ്രെയിനിലൂടെ പോയിക്കോളും. അത് ഈ ഡ്രെയിനിന് പറയുന്ന പേര് സ്കപ്പർ എന്നാണ്. അതിലൂടെ അങ്ങനെ ഡ്രെയിനായി പോയിക്കോളും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ അറിയിക്കാം. അഗൈൻ സൈനിങ് ഓഫ് AD ദ സെയിലർ മാൻ.